രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെയുള്ള പേരിൽ നിന്ന് രാഹുൽ മാറിയിട്ടില്ല. ബിജെപിയോട് ചാരി നിൽക്കുകയാണ് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബിജെപിയുടെ കേരളത്തിലെ മൌത്ത് പീസായി മുഖ്യമന്ത്രി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരിച്ചടിച്ചു. ഇരട്ടപ്പേര് പറയാതെ പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തതിലെ രാഹുൽ ഗാന്ധിയുടെ വിമർശനം മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. ജയിലെന്ന് കേട്ടാൽ പേടിക്കുന്നവരല്ല CPIഎമ്മുകാരെന്നും കേന്ദ്ര ഏജൻസിയെ കാട്ടി ഭയപ്പെടുത്തേണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. പൗരത്വ നിയമത്തിനോടുള്ള കോൺഗ്രസ് സമീപനത്തെയാണ് വിമർശിച്ചതെന്നും മുഖ്യമന്ത്രി. കോൺഗ്രസിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല. ബിജെപിയുടെ കേരളത്തിലെ മൌത്ത് പീസായി മുഖ്യമന്ത്രി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തിരിച്ചടി. രാഹുലിനെ കളിയാക്കി ബിജെപി വിളിക്കുന്ന പേര് അവരുടെ തോളിലിരുന്ന് പിണറായി വിളിക്കട്ടെ എന്ന മറുപടിയിലെ രാഷ്ട്രീയം വ്യക്തം. തീരാത്ത പ്രതികാര വാഞ്ചയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത്. അദ്ദേഹം BJP അല്ല എതിർക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസും CPIഎമ്മും തമ്മിൽ ഗുസ്തിയാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പരിഹസിച്ചു. ദില്ലിയിലെത്തിയാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. ये स्टेट के इलेक्शन में, प्रदेश के इलेक्शन में CPM को सपोर्ट करते हैं और जब देश का चुनाव आता है तो इंडियन नेशनल कांग्रेस को सपोर्ट करते हैं. दैट मीन्स ये बताता है कि CPM और कांग्रेस पार्टी दोनों ही राष्ट्र विरोधी ताकतों के लिए हमदर्द हैं. ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന രണ്ടു പാർട്ടിയുടെ നേതാക്കൾ തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ സാരമായി ബാധിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.